സർ ഡ്രെയിനേജ് വാട്ടർ ഫ്ലാറ്റിൽ നിന്ന് നേരിട്ട് ഒഴുക്കാതെ ഫ്ലാറ്റിൽ തന്നെ കളക്ട് ചെയ്ത് ഫിൽട്ടർ ചെയ്ത് ഒഴുക്കാനുള്ള തീരുമാനം അസോസിയേഷനിലായിട്ടുണ്ട്. ഇതൊക്കെ പറ്റിക്കാനുള്ള അടവാണ് സാർ. സർ 2 മാസത്തെ സമയം തന്നാൽ മതി. അതെ, ഈ സമയപരിധി നടന്നില്ലെങ്കിൽ ഒഴിഞ്ഞു പോയാലത് വേറെ വഴിയൊന്നും ഇല്ലെന്നറിയാമല്ലോ. ഒന്ന് ആലോചിക്ക്. എടോ, ഈ അഗ്രിമെൻ്റ് എഴുതിയിട്ട് 2 കൂട്ടരെ കൊണ്ട് ഒപ്പിടിപ്പിച്ചേ കേട്ടോ. ഓക്കെ സാർ. അത് മാത്രമല്ല, ഈ നടന്ന സംഭവത്തിൽ മാപ്പ് പറയണമെന്നാണ് ഇയാൾ പറയുന്നത്. ഞാൻ പറയാം സർ. അല്ലടോ, ആ സ്ത്രീ അവരല്ലേ അപമര്യാദയായിട്ട് പെരുമാറി, അപ്പൊ അവരല്ലേ മാപ്പ് പറയണ്ടേ? നെറ്റ്വർക്ക് കിട്ടുന്നില്ല സാറേ. ഫോണിൽ കൂടെ പറ്റില്ല സാറേ, നേരിട്ട് തന്നെ പറയണം. അതെ, ആദ്യം നിങ്ങൾ തമ്മിൽ തീരുമാനം ഉണ്ടാക്കും. ഈ കാര്യം പറഞ്ഞ് എന്നെ ഇനി വിളിച്ചേക്കരുത്. ഒന്ന് മുള്ളി വെച്ച് വരാം. ഈ നെറ്റ്വർക്ക് ഡൗൺ ആണല്ലോ. അതെ, ഇന്ന് തന്നെ പറയണം. ഇന്ന് തന്നെ പറയണം. സാർ പറഞ്ഞ് കേട്ടില്ലേ? ശരി അവരെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കണം. സാർ, എനിക്കൊന്ന് എയർപോർട്ടിൽ പോകണമായിരുന്നു. ഞാൻ ഒന്ന് നിർത്തിക്കണോന്നോ? ഈ കാര്യത്തിന് പരിഹാരം ഉണ്ടാക്കാതെ മുങ്ങാൻ നോക്കണോ? അതെ, പിടിച്ചകത്തിടണോ? ആദ്യം തന്നെ എഗ്രിമെന്റിൽ ഒപ്പിടാൻ നോക്ക്. അതുപോലെ നടന്നില്ലെങ്കിൽ എല്ലാ കാര്യത്തിനും ഉത്തരവാദി താനായിരിക്കും. ഓർത്തണം. IT ജോലിക്കാരുടെ തിരക്കൊക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷേ വീട്ടിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ടെങ്കിലും നോക്കാൻ ഒരാളില്ലാത്തതിൻ്റെ നല്ല പ്രോബ്ലം ഉണ്ട്. ഞാൻ ശ്രദ്ധിക്കാറുണ്ട് മാം. പക്ഷേ 2 തവണ ഞാൻ ഫാദറിൻ്റെ ഫോണിലേക്ക് റിമൈൻഡർ അയച്ചു. ഷീ ഹാസ് നോട്ട് പേ ദ ഫീസ് ഫോർ ദ ലാസ്റ്റ് 2 months. നല്ല കാലിബറുള്ള കുട്ടിയാണ്. ബട്ട് ഷീ ഈസ് നോട്ട് ഏബിൾ ടു കോപ്പ് അപ്പ് ഇൻ ഹർ സ്റ്റഡീസ്. നിങ്ങൾ അവളുടെ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കണം. ഫീസ് ഞാൻ ഇന്ന് തന്നെ അടച്ചോളാം മാം. ഇനി ഇങ്ങനെ ഉണ്ടാവാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കാം. പ്ലീസ്, ഐ എം സോറി ഇഫ് ഐ ഹേർട്ട് യു. നോ പ്രോബ്ലം. താങ്ക് യു. ഓക്കെ, നെക്സ്റ്റ്. പ്രിയദർശൻ എന്തു പറ്റി? ഞാൻ എത്ര തവണ വിളിച്ചു. പോലീസ് സ്റ്റേഷനിലാണെന്ന് പറയുകയും ചെയ്തു. എനിക്കൊരു സമാധാനം ഉണ്ടായില്ല. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന വണ്ടി മേടിച്ചുകൊണ്ട് ലൈസൻസ് ഇല്ലാതെ. എന്താ? ഞാൻ ജാമ്യം എടുക്കാൻ വന്നത്. ജാമ്യം? ആർക്ക്? അല്ല സർ, എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ടാണ്. എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ടാണ് ജിയ. മനസ്സിലായി, കൊള്ളാം. ഫേസ്ബുക്ക് ഫ്രണ്ട്സ്. ജാമ്യത്തിലിറക്കുമ്പോൾ ഫേസ്ബുക്ക്. താനെന്താ ഇവിടെ? എന്തൊക്കെ ഫ്രണ്ട്സ്? സാറേ, ആ ലേഡിയുടെ ആക്സിഡന്റിന്റെ ഓ, ഭാഗ്യമുള്ളൂ. ഇത്രയല്ലേ പറ്റുള്ളൂ. ഇവരെ ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞു സാർ, കഴിഞ്ഞു. ഇവരെങ്ങനെ പോകുന്നേ? ടാക്സി വിളിച്ചു, കിട്ടുന്നില്ല. നെറ്റ്വർക്ക് ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. ആണോ? അങ്ങനെയാണെങ്കിൽ ഒരു ഫ്ലാറ്റില് അതെ, ഞാൻ എയർപോർട്ടിലേക്കെന്നല്ല പറഞ്ഞേ. ഇരിക്കുന്ന സ്ത്രീയെ കണ്ടോ? ഇവരെ കൂടെ അവിടെ ആക്കുവോ? വിരോധമൊന്നുമില്ലല്ലോ? അല്ല, വിരോധമില്ല. അന്ന് നല്ല കമ്പനിയായിരിക്കും. സാറേ, എന്നൊരു കേസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങുന്ന ആളാണെന്നറിയാലോ. അപ്പോൾ അയാളോട് പറഞ്ഞു പോകണം. അത് എനിക്കെന്നാ കുഴപ്പം? അയാൾ കൊണ്ടുകൊണ്ടോ? ഇവിടുത്തെ ശല്യം തീരില്ലേ? അത് തന്നെയല്ല, ഇവൻ്റെ തലയിൽ ലോകത്തുള്ള മൊത്തം കുരിശുണ്ട്. അതിൻ്റെ കൂടെ ഒരു പൊന്നും കുരിശും കൂടെ ഇരിക്കട്ടോ. തനിക്കുള്ള കുഴപ്പമുള്ളൂ. ഇല്ല സാർ. ഫ്ലാറ്റിൽ ഈ മലിനജലത്തിൻ്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അത് സോൾവ് ചെയ്യാൻ വേണ്ടി വന്നു. അത് പിന്നെ പതുക്കെ ഒരു തർക്കമായി തല്ലായി. അതാണ് പറ്റിപ്പോയത്. ഗൂഗിൾ പേ ഉണ്ടോ? അയ്യോ, ഇത് ടാക്സി അല്ല. പിന്നെ അയാൾ എയർപോർട്ടിൽ പോകുന്ന. വിശ്വസിക്കാവോ? നമ്മൾ പോലീസ് സ്റ്റേഷനിൽ വിടുന്നതല്ലേ. അതുകൊണ്ട് തന്നെ പറഞ്ഞേ. അല്ല, വിശ്വസിക്കാം. ആള് ഡോക്ടറാ, ഞങ്ങൾ അറിയുന്ന ആൾ തന്നെയാണ്. ആരായാലും കൊള്ളാം. അതെനിക്ക് 1-2 സ്ഥലത്തൂടെ ഇറങ്ങാനുണ്ട്. ഹോപ്പ് യു ഡോണ്ട് മൈൻഡ്. അധികം ദൂരമില്ലെങ്കിൽ നമുക്ക് മാനേജ് ചെയ്യാം. ഞാൻ ബ്യൂട്ടി പാർലറിലെ അമ്മ ഇപ്പൊ വരാം. എന്താ? ഒരു പെണ്ണ് കാണലുണ്ടായിരുന്നു. അപ്പൊ വീട്ടിൽ നിന്ന് ഒരേ വിളി. ചെക്കനങ്ങ് അമേരിക്കയിലാ. അപ്പൊ അവർക്കൊരു നോടിൽ പെൺകുട്ടിയെ വേണമെന്ന്. വന്ന് കണ്ടിട്ട് പോട്ടാൻ ചോദിച്ചൊരേ നിർബന്ധം. അപ്പൊ ഈ ഡെക്കറേഷനൊക്കെ ചെയ്യാൻ വേണ്ടി ഞാൻ ബ്യൂട്ടി പാർലറിൽ ഇരിക്കുമ്പോഴാണ് മെസ്സേജ് തന്നെ. എടോ, എന്നെ കണ്ട അങ്ങനെ ഒരു കിഡ്നാപ്പറെ പോലെ തോന്നുന്നുണ്ടോ? ഞാൻ പറഞ്ഞോ? അല്ല, ഞാൻ തന്നെ ഡ്രോപ്പ് ചെയ്യാം. സോറി. എടോ, താൻ ഈ അവസ്ഥയിൽ ഇങ്ങനെ ഇറങ്ങി വന്നത് ശരിയായില്ല. ഇങ്ങനെ ഇറസ്പോൺസിബിൾ ആകാമോ?
ഇപ്പൊ പെണ്ണ് കാണാൻ വന്ന ആളെ കാണാൻ വേണ്ടി ഇവിടെ ആള് വെയിറ്റ് ചെയ്യണം. എനിക്ക് ആ കോന്തൻ എന്തായാലും വേണ്ട. കുറച്ചു നേരം വെയിറ്റ് ചെയ്യട്ടെ. എനിക്കൊന്നും പറ്റത്തില്ല, പരിചയമില്ലാതെ ഏതൊരുത്തിനെ പോയി കിട്ടാനൊന്നും. എങ്ങനെയുള്ള ഒരു തന്നെയാണ് കാത്തിരിക്കുന്നത്? ഞാൻ നല്ല സിങ്കായി പോകുന്ന, എന്തും ഷെയർ ചെയ്യാൻ പറ്റുന്ന വളരെ ക്ലോസ് ആയിട്ടുള്ളൊരു ഫ്രണ്ട്. അതിപ്പോ ഒന്ന് കെട്ടിയതാണേലും കുഴപ്പമൊന്നുമില്ല. അല്ല, അതിനിപ്പോ കെട്ടിയവരെ മാട്രിമോണി നോക്കണം. അവർക്കിപ്പോ എന്തോ വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അതാവുമ്പോ കുഴപ്പമില്ലല്ലോ. അപ്പോ അല്ലാതെ എനിക്ക് കിട്ടൂലോ. നിങ്ങൾ ഫ്രണ്ട്സ് തന്നെ ആണല്ലോ അല്ലേ? ഇനി ഒളിച്ചോട വല്ല പരിപാടി ഉണ്ടെങ്കിൽ എന്നതാ ഇവിടെ ഇറക്കി വിട്ടേക്ക്. ഐ കാൺ ടേക്ക് എനി മോർ കോംപ്ലിക്കേഷൻസ്. ഇത്ര സ്പീഡിലൊന്നും ചിന്തിക്കരുത് കേട്ടോ. ഇതെന്റെ ഒരു ഫ്രണ്ടാണ്. ഇച്ചിരി ബോധക്കുറവുണ്ടെന്നുള്ളൂ. അതെ അതെ, ബോധക്കുറവുള്ളതുകൊണ്ടാണല്ലോ എത്ര ബോറായാലും എല്ലാ ബ്ലോഗുകളും ഇരുന്ന് വായിക്കുന്നത്. ഇവരുന്ന വൈറ്റ് വണ്ടിയല്ലോ. അല്ല, ഇന്ന് വൈകിട്ടല്ലേ മമ്മൂട്ടിയെ കണ്ടത്? അതെ, ഇന്നത്തെ ഷെഡ്യൂൾ എങ്ങനെയാ? ഇന്നെങ്കിലും എല്ലാം കയറി പിടിക്കാതെ ഒന്ന് ഫ്രീ ആവുമോ? ഇപ്പൊ സമയം 10 മണി. വൈകിട്ട് 5 വരെ നമുക്ക് ഇറങ്ങാൻ ടൈമുണ്ട്. ഇഷ്ടംപോലെ സമയമുണ്ട്. പ്രിയേട്ടനെ വീട്ടിൽ 1-2 അത്യാവശ്യ കാര്യങ്ങളുണ്ട്. പുള്ളി അതൊക്കെ ഒന്ന് സെറ്റിൽ ചെയ്തിട്ട് നേരെ ഷൂട്ടിംഗ് ലൊക്കേഷനിലോട്ട് എത്തിക്കണമെന്ന് പറഞ്ഞേക്കുന്നത്. അയ്യോ, ഇനി എങ്ങനെ ലേറ്റ് ആവും? 11 മണിക്ക് ഫ്ലാറ്റിൽ ചെറിയൊരു മാപ്പ് കുറച്ച് ചർച്ച ഉണ്ട്. 11:30 ആകുമ്പോഴേക്കും ബാങ്കിലേക്ക് ഒന്ന് എത്തണം. 12 മണിക്ക് ഹോസ്പിറ്റലിൽ കയറണം. 1 മണിയാകുമ്പോൾ ഒരു കോംപ്രമൈസ് മീറ്റിങ്ങിന് പോകണം. പിന്നെ 3 മണിയാകുമ്പോൾ അച്ഛനമ്മ ചാലക്കുടിയിൽ നിന്ന് വരിക. അവരെ പിക്ക് ചെയ്ത് നേരെ ഫ്ലാറ്റിലാക്കിയിട്ട് ലൊക്കേഷനിലേക്ക് എത്തുമ്പോഴേക്കും 4-4:30. ഡീസൻറ്റ് ഷെഡ്യൂളാണ്. ദൈവമേ, ഇതാണോ തന്റെ ഡീസന്റ് ഷെഡ്യൂള്? എടോ, താൻ അപ്പൊ എന്നെ ഡ്രോപ്പ് ചെയ്യുന്നില്ലേ? ഈ കോംപ്രമൈസ് മീറ്റിംഗ് ഇല്ലേ 1 മണിയുടെ, അത് എയർപോർട്ടിലാണ്. താ ഒരു കാര്യം ചെയ്ത് എന്നെ ടാക്സി ചാണ്ടി വിട്ടേക്ക്. ഞാൻ ടാക്സി എടുത്ത് പോയിക്കോളാം. ഇവരൊന്നും ആക്കിക്കോട്ടെ പ്ലീസ്. പുള്ളി എത്തുവോ? 4 പേരും കൂടെ പോകുന്നത് നല്ലത്. റിസ്ക് എടുക്കണ്ട. ഇല്ല, ഞാൻ ഇന്നലെ കൂടെ സംസാരിച്ച പുള്ളി ഇന്നത്തെ ദിവസത്തിന്റെ ഒരു ഇമ്പോർട്ടൻസ് അറിയാം. എത്തിക്കോളൂ. കേറ്. നമുക്ക് അവിടെ ചെന്നിട്ടേ രാജേട്ടൻ്റെ വണ്ടിയിലങ്ങ് പോവാം. വണ്ടി വിട്ടു. ഹലോ ചേച്ചി. ശ്രീജിത്തിനെ കാണാൻ വരുമെന്ന് പറഞ്ഞിരുന്നു. നിന്നെ വിളിച്ചിരുന്നോ? ഇന്നലെ രാത്രി എൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു നാളെ രാവിലെ കാണാമെന്ന്. ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുവായിരുന്നു. ദാ ഇപ്പം മെസ്സേജ് അയച്ചിരിക്കുന്നു, ഉച്ചയ്ക്ക് 1 മണിയാകുമ്പോഴത്തേക്ക് എയർപോർട്ടിലോട്ട് വന്നാൽ മതിയെന്ന്. എന്താ ചേച്ചി? ഒന്നുമില്ല, ഞാൻ നിന്നെ ഇപ്പോൾ തിരിച്ചു വിളിക്കാം. ശരി ശരി, ഓക്കെ. എന്താ അമ്മേ? ഒരാവശ്യത്തിന് വിളിച്ചാലും കിട്ടില്ല, സ്കൂളിൽ നിന്ന് മെസ്സേജ് അയച്ചാലും നോക്കൂല്ലോ നിന്റെ അച്ഛൻ. എന്താ? എനിക്ക് മടുത്തു. ഒന്ന് പറയാ. ഒന്നുമില്ലാന്ന്.